मोहतरम मेहमानों और प्यारे बच्चों, आदाब। आज यौम आज़ादी है। हमारे देश के लिए आज का दिन बहुत अहम है। इस दिन हम तिरंगा झंडा बड़ी शान से लहराते हैं और मुल्क के कोने कोने में यौम आज़ादी मनाते हैं। ബഹുമാനപ്പെട്ട അതിഥികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. നമ്മുടെ രാജ്യത്തിന് ഈ ദിവസം ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസം ത്രിവർണ പതാക അഭിമാനത്തോടെ ഉയർത്തുകയും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ സ്വതന്ത്രദിനം ആഘോഷിക്കുകയും ചെയ്യുന്നു. प्यारे बच्चों, आपको मालूम है कि आज़ादी हासिल करने के लिए बहुत से लोगों ने कोशिशें की। गांधी जी, भगत सिंह जैसे मुहिब्बान वतन ने हमारे मुल्क को अंग्रेजों से आज़ाद कराया। बहादुर शाह जफर, झांसी की रानी से लेकर वक्कम अब्दुल कादिर के केलापन जैसे रहनुमाओं ने भी इस जंग में हिस्सा लिया। പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കറിയാം, സ്വാതന്ത്ര്യം കരസ്ഥമാക്കുന്നതിന് വേണ്ടി വളരെയധികം ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. ഗാന്ധിജി, ഭഗത് സിംഗ് പോലെയുള്ള ദേശസ്നേഹികൾ ആണ് നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വതന്ത്രരാക്കിയത്. ബഹാദൂർ ഷാ സഫർ, ഝാൻസി റാണി മുതൽ വക്കം അബ്ദുൽ ഖാദർ, കെ കേളപ്പൻ മുതലായ നേതാക്കൾ ഈ സമരത്തിൽ പങ്കാളികളായി. आज़ादी के लिए हमारे बुजुर्गों ने अपनी जान कुर्बान कर दी। आपको मालूम होगा कि हिंदुस्तान आज एक जमहूरी मुल्क है और हमारे मुल्क में सब लोग मिलजुल कर रहते हैं. പ്രിയപ്പെട്ട കുട്ടികളെ, സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ പൂർവികർ ജീവൻ തന്നെ ബലിയർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. ഇവിടെ എല്ലാവരും ഒരുമയോടെ ജീവിക്കുന്നു. हिंदुस्तान को आगे बढ़ाने में जवाहरलाल नेहरू, अबुल कलाम आजाद जैसे रहनुमाओं ने बहुत कोशिशें की और हमारा मुल्क दिन ब दिन तरक्की करता रहा. मैं उम्मीद करता हूँ कि आप लोग भी मुल्क की तरक्की में हिस्सा लेंगे. इन्हीं अल्फाज के साथ मैं अपनी तकरीर खत्म करता हूँ. जय हिंद. ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ജവഹർലാൽ നെഹ്റു, അബുൽ കലാം ആസാദ് മുതലായ നേതാക്കൾ വളരെയധികം പരിശ്രമിച്ചു നമ്മുടെ രാജ്യത്തെ ഓരോ ദിവസവും അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയിൽ നിങ്ങളും പങ്കാളികളാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.